ഒടുവിൽ ദീപകിൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചു. കുറ്റാരോപിതയായ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത എന്നുള്ള ഒരു വിവരം നമ്മുടെ വാർത്താ ചാനലിൽ കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. ഏറെ നിർണായകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഷിംജിത ഈ സംഭവം നടന്നതിന് ശേഷം ഒളിവിലായിരുന്നു. ഈ ദീപക് ആത്മഹത്യ ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഷിംജിത തന്നെ ന്യായീകരിച്ചുകൊണ്ട്, തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഒരു മടിയുമില്ലാതെ, ഒരു പശ്ചാത്താപവുമില്ലാതെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഷിംജിതയെ കാണുന്നത് ഇന്ന് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഈ ഷിംജിതയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സമയത്താണ് കാണുന്നത് എന്നുള്ളതാണ്. ഈ മുഖം മുഴുവൻ മറച്ചുകൊണ്ട് ആണ് ഷിംജിത ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് പോലീസ് പിടിയിലാകുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നതാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് ഷിംജിതയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവർ മടങ്ങി എന്നുള്ള വിവരമാണ് പുറത്ത്. ഈ വാർത്ത നമ്മുടെ എല്ലാവരുടെയും ഒരു കണ്ണ് തുറക്കലായിക്കൊള്ളട്ടെ. നമ്മൾ ആദ്യം തന്നെ ST ചാനലിൽ നമ്മൾ അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ വാർത്തയും കൊണ്ട് നമ്മുടെ ഉള്ള എല്ലാ യൂട്യൂബറും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ റീച്ച് കൂട്ടാനും മറ്റുമായിട്ട് ഉള്ള വാർത്ത, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്ത മൂലം എത്രയോ കുടുംബങ്ങളാണ് ഇങ്ങനെ തകർന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. ഒപ്പം ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു കണ്ണ് തുറക്കലിനുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. അപ്പോൾ